ഹലോ എവ്രി വൺ, എല്ലാവർക്കും UPSC എസെൻഷ്യലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിസ്റ്റർ ബീഗം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC എക്സാമിനെ കുറിച്ചാണ്. എനിക്കറിയാം പലർക്കും ഇതിനെ കുറിച്ച് അറിയുന്നുണ്ടാകും, എന്നാലും ഇപ്പോൾ PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നവര്, അതുപോലെ +2 ഡിഗ്രി കഴിഞ്ഞവര് ചിലപ്പോൾ ഇവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ഇനി ഒന്നും വേണ്ട, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ SSCയുടെ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തവർക്കും എൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം, അധികം നീട്ടുന്നില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC. SSC പൊതുവെ എങ്ങോട്ടുള്ള സ്റ്റാഫിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്? SSC സെലക്ട് ചെയ്യാറുള്ളത്, റിക്രൂട്ട് ചെയ്യാറുള്ളത് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിലോട്ടുള്ള സ്റ്റാഫുകളെയാണ് SSC റിക്രൂട്ട് ചെയ്യാറുള്ളത്. അതായത് SSCയുടെ അണ്ടറിൽ വരുന്ന ഏതൊരു എക്സാമിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളായിരിക്കും. ഇനി SSC ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ പെടുന്നതാണ് CGL, CHSL ആൻഡ് MTL. ഇനിയും ഉണ്ട് സ്റ്റെനോ, അതുപോലെ തന്നെ CPO. ഇതൊക്കെ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ആ ഒരു എക്സാമിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് SSC എക്സാമിന്റെ പാറ്റേൺ, സിലബസ്, ഓരോ ഇതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ എക്സാമിന്റെയും ഡിഫറെന്റ് ആയിട്ട് തന്നെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ SSC എക്സാംസ് CBT മോഡലേ ഉണ്ടാവുള്ളൂ, ഓഫ്ലൈൻ എക്സാം ഉണ്ടാവില്ല. SSC നടത്തുന്ന ഏതൊരു എക്സാം ആണെങ്കിൽ പോലും ഇതിന്റെ ടയർ 1 എന്ന് പറയുന്ന പ്രിലിംസ് ഒക്കെ സെയിം ആയിരിക്കും. അതിൽ വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഈ 4 ടോപ്പിക്സ് ആയിരിക്കും, ഈ 4 സബ്ജക്റ്റ് ആയിരിക്കും SSCയുടെ അണ്ടറിൽ വരുന്ന CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, ഈവൻ MTS ആയിക്കോട്ടെ, ഏതിന്റെയും പ്രിലിംസിൽ വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഈ 4 സബ്ജക്റ്റ് ആയിരിക്കും. അതിലോട്ട് വരുമ്പോ 4 50 വെച്ചിട്ട് 200 മാർക്കിനായിരിക്കും ടോട്ടല് വരുന്നത്. ഇതിൽ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 25 ക്വസ്റ്റ്യൻസിൽ ഈച്ച് 2 മാർക്ക് വീതമായിരിക്കും ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് നെഗറ്റീവ് വരുന്നത് 0.5 ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. അപ്പോ നമുക്ക് അത്രയും അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അതിൽ ബബിൾ ചെയ്യാൻ, അതായത് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓൺലൈൻ ആണ്, മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടും ഓരോ എക്സാമിന്റെയും നോക്കാം. ഇതിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഓരോ എക്സാമിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് എക്സാംസ്, അതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് 1 മിനിറ്റ്. ഫസ്റ്റ് വരുന്നത് കമ്പാൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. കമ്പാൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്ന അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു എക്സാമിന്റെ ഒരു പേരിൽ തന്നെ ഉണ്ട്, എനി ഗ്രാജുവേഷൻ എന്നാണ്. ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ആർട്സ് മാത്രമല്ല, നമുക്ക് BTech ഉള്ളവർക്കും ഏത് ബാച്ചുലർ ആയിട്ട് വരുന്ന ഏതുള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇതിൽ ടയർ 1 ഇനി ഞാൻ പറയുന്നില്ല. SSCയുടെ അണ്ടറിൽ വരുന്നത് എല്ലാ എക്സാമിന്റെയും ടയർ 1 നേരത്തെ പറഞ്ഞതുപോലെ സെയിം ആയിരിക്കും. ടയർ 2ലോട്ട് വരികയാണെങ്കിൽ ഇതിൽ 3 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. 3 സെക്ഷനില് മൊഡ്യൂൾസ് രീതിയിലാണ് ഓരോ സെക്ഷനും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ സെക്ഷൻ 1, 2 എന്ന് പറയുന്നത് SSC റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ SSC ടയർ 1ൽ എന്താണോ, CGLന്റെ ടയർ 1ൽ എന്താണോ പഠിച്ചത് അതന്നെയാണ്, ആ സെയിം സബ്ജക്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. മൊഡ്യൂൾ 1 മാത്സും റീസണിങ്ങും ആണ്. മൊഡ്യൂൾ 2, അതായത് സെക്ഷൻ 2ലെ മൊഡ്യൂൾ 1 ഉം 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷും ജനറൽ അവയർനെസ് ആണ്. ആകെ അതിന്റെ ടഫിന്റെ ഒരു ലെവലിന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇല്ല. അതിൽ വരുന്ന സിലബസിൽ വരുന്ന ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ സെയിം ആയിരിക്കും. ഇനി സെക്ഷൻ 3 എന്ന് പറയുന്നത്
നമുക്ക് കമ്പ്യൂട്ടർ നോളജ് വേണം, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി സ്പീഡ് വേണം. ഡാറ്റ എൻട്രി സ്പീഡ് പറയുമ്പോൾ ടൈപ്പിംഗ് ആണ്. നമുക്ക് ഓരോ പോസ്റ്റിനനുസരിച്ചും ഡിഫറെന്റ് ലെവൽ ഓഫ് സ്പീഡ് ആണ് വരുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നോളജും അതിൽ 20 മാർക്കിന് വരുന്നുണ്ട്, അതും ക്വാളിഫയിങ് ആണ്. ആൻഡ് ഡാറ്റ എൻട്രിയും ക്വാളിഫയിങ് പേപ്പർ തന്നെയാണ്. ഇത് രണ്ടും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളതും അവര് നോക്കുള്ളൂ കേട്ടോ. അപ്പോ നമ്മളത് ജസ്റ്റ് നിസ്സാരമായിട്ടൊന്നും കളയരുത്. ഇനി ചില പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 2 പേപ്പേഴ്സ് ആണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെയും ജനറൽ സ്റ്റഡീസ് ആൻഡ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് ജനറൽ സ്റ്റഡീസ് GS-ന്റെയും ഈ ഒരു എക്സാം. അത് അതിൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമുക്ക് ഗ്രാജുവേഷനും കാര്യങ്ങളും ഒക്കെ വേണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് CGL നെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കം ടു ദ പോയിന്റ്, നമുക്ക് ഇനി അടുത്ത ഇതിലോട്ട് പോകാം. CHSL. CHSL എന്ന് പറയുകയാണെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവല്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ ഈ ഒരു CGL എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും അവര് പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോ CGL ആയിക്കോട്ടെ CHSL ആയിക്കോട്ടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ ലെവലിൽ CGL ലെവലിൽ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് CHSL-ലോട്ടും MTS-ലോട്ടും നല്ല രീതി, അതായത് CHSL MTS നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് നമുക്ക് പഠിക്കുമ്പോൾ CGL ലെവലിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഒരു എക്സാം എന്ന് പറയുന്നത് CHSL ആണ്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവല്. ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ്. ഈ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഹയർ സെക്കൻഡറി +2 ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് CHSL. ഇതിലും ടയർ 1 സെയിം ആണ്. ടയർ 2-ലോട്ട് വരികയാണെങ്കിൽ അതില് നമുക്ക് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് പറഞ്ഞിട്ട് 2 ഇതുണ്ട്. അതിൽ ഇംഗ്ലീഷ് വരും, ജനറൽ അവയർനെസ് വരും. അതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ അതിൽ വരുന്ന സ്കിൽ ടെസ്റ്റ് അതിൽ വരുന്നുണ്ട്. സ്കിൽ ടെസ്റ്റും ഈ സ്കിൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ഈ ടൈപ്പിംഗ് ടെസ്റ്റിൽ നമുക്ക് നല്ല CHSL-നെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്പീഡ് ഉണ്ടായാൽ മാത്രമേ അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത്രയും കാലം ഇപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ പാറ്റേൺ മാറുന്നത് വരെ നമുക്ക് ഇതിലൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു എക്സാം ഓഫ്ലൈൻ ആയിട്ട് അവർ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. എല്ലാം ഓൺലൈൻ മോഡിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കണം. കാരണം ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ടഫ് ഉള്ള ഒരു സൈഡ് ആയിരുന്നു. അപ്പൊ CHSL അറിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പ് വരുന്നത് മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിളില് നമുക്ക് സ്കിൽ ടെസ്റ്റും വരുന്നുണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട്. ഇനി മൊഡ്യൂൾ, അതായത് ഈ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സിൽ വരുന്ന സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും അതുപോലെ റീസണിങ്ങോ ഒന്നും വരുന്നില്ല കേട്ടോ. അത് നമ്മുടെ ടയർ 1-ൽ മാത്രമേ CHSL വരുന്നുള്ളൂ, CGL അങ്ങനെയല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത എക്സാമിലോട്ട് പോകാം. MTS എന്ന് പറയുന്ന ഇതിന്റെ ഒരു മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആണ് MTS എന്ന് പറയുന്നത്. ഇതിൽ ഈ പറയുന്നത് പോലെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഇതിൽ 2 സെക്ഷൻ ആണ് ഉള്ളത്, സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 1-ല് ന്യൂമറിക്കൽ, അതായത് മാത്സ് ഉണ്ട്, അതുപോലെ റീസണിങ് ഉണ്ട്. സെക്ഷൻ 2-ല് GK-യും അതുപോലെ തന്നെ ഇംഗ്ലീഷും ആണ് ഉള്ളത്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന വെച്ചാല് നമുക്ക് ഇതിൽ 2ഉം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതായത് 2ഉം എഴുതണം എന്നുള്ളതാണ്. സെക്ഷൻ 1 മാത്രം എഴുതാൻ പറ്റില്ല, സെക്ഷൻ 2 കൂടി എഴുതണം, എന്നാൽ മാത്രമേ അവരത് പരിഗണിക്കുള്ളൂ.
പിന്നെ ഇതില് നമുക്ക് ടയർ 1 മാത്രമേ ഉള്ളൂ. ടയർ 1ന്റെ ഇതാണ് കേസാണ് പറയുന്നത്. നമ്മുടെ ഇതുവരെ നമുക്ക് CGL CHSL ഒക്കെ ടയർ 1 സെയിം സബ്ജക്റ്റ് ആണെങ്കിലും ഇത് 2 എക്സാം ആയിട്ടാണ് ഇത് നടത്തുന്നത്. മറ്റൊരൊറ്റ എക്സാം ആയിട്ട് ഒരു മണിക്കൂറിൽ നടത്തുന്നതാണ്. പക്ഷെ ഇത് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുക. പിന്നെ ഇതിൽ ടയർ 2 കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചില പോസ്റ്റിൽ അപ്ലൈ ചെയ്തവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ ഈ ഫിസിക്കൽ ടെസ്റ്റ് കൊടുത്ത ചില പോസ്റ്റിനാണ് അത് ബോയ്സ് ഇപ്പൊ അതിലിപ്പോ ഫിസിക്കൽ ആയിട്ട് വരുന്നത് ഇപ്പോ മെയിൽ ആണെങ്കിൽ 1.6 കിലോമീറ്റർ, അതായത് 15 മിനിറ്റ് നടക്കുക എന്നാണ്. ഇനിയിപ്പോ ഒരു ഫീമെയിൽ ആണെങ്കിൽ അത് 20 മിനിറ്റ് നടക്കുക എന്നുള്ള, 1 കിലോമീറ്റർ 20 മിനിറ്റിൽ നടക്കുക എന്നുള്ളതാണ്. അതിലും കൂടുതലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എക്സാംസിന്റെ കാര്യങ്ങൾ. അതായത് SSCയുടെ അണ്ടറിൽ വരുന്ന എക്സാംസിന്റെ കാര്യങ്ങളിൽ വരികയാണെങ്കിൽ ഇനിയും സ്റ്റെനോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എക്സാംസ്, അതായത് ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് എഴുതുന്ന ഒരു എക്സാംസ് ആണ് ഈ എക്സാംസ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ വിട്ടുപോയതോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലായിട്ട് പറയാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ വിവിധ ഗവൺമെന്റ് ജോബിനെ കുറിച്ചൊക്കെ അറിയണം, അതിന്റെ ഫ്രീ മെറ്റീരിയൽ ഒക്കെ കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലില് UPSC എസൻഷ്യന്റെ ടെലിഗ്രാം ചാനലിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.